ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? ബാക്ക് ടു ഗ്രീൻ പാഠം പഠിച്ചു അല്ലേ? അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുട്ടി കഥ കൂടി നമുക്കതിൽ ബാക്കിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ഒരു കുഞ്ഞി കഥ നോക്ക്. നിങ്ങളെല്ലാവരും നോക്കി. എ ജംഗിൾ റൈഡ്. എന്താ ജംഗിൾ എന്ന് പറഞ്ഞാൽ കാട് കേട്ടോ. കാട്ടിലേക്കൂടിയുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ളൊരു കുഞ്ഞി കഥയാണ്. നമുക്ക് നോക്കാം എന്താ കഥ എന്ന്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കണേ. നോക്കി എന്താ കാണുന്നത്? എ ബെയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. എ ബെയർ, BEAR, ബെയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. ഒരു കരടി അല്ലേ, ഒരു കരടി ഇങ്ങനെ കാട്ടിലേക്കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ കരടി എന്തോ ഒന്ന് കണ്ടു. നോക്കിയേ, അടുത്ത ചിത്രത്തിൽ എത്തി നോക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദാറ്റ്? അതെന്താ അതെന്ന് കരടി എത്തി നോക്കി. ഓക്കെ, അപ്പോഴത്തേക്ക് അവിടെ ഒരു ഫോക്സ് വന്നു അല്ലേ. ഒരു ഫോക്സ് ഉണ്ട്, തൊട്ടപ്പുറത്തത് ഒരു എലിഫൻറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഫോക്സ് പറഞ്ഞു ആരോട്? നമ്മുടെ ബെയറിനോട് പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് എന്ന് ബെയർ ചോദിച്ചു. അപ്പോൾ എന്താ ഫോക്സ് പറഞ്ഞത്? ഐ ഡോണ്ട് നോ. അപ്പോൾ ആരാണ്? നമ്മുടെ എലിഫൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇറ്റ് ഈസ് എ കാർ. എന്താ എലിഫൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത്? ഇറ്റ് ഈസ് എ കാർ. അതൊരു കാറാണ്. ഇറ്റ് ഈസ് എ കാർ. ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിൽ നോക്ക്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊരു കാറാണ് അല്ലേ. ചിത്രം കണ്ടോ നമ്മൾ? അയ്യടാ, ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നും ഇല്ല അതിന്. നോക്കി എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് നോ വീൽസ്. ഇതിന് വീൽസ് ഒന്നും ഇല്ല അല്ലേ. അതിന് എന്താണ്? ചക്രങ്ങൾ ടയറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നോ ലൈറ്റ്സ്, LIGHTS, ലൈറ്റ്സ്. ലൈറ്റും ഇല്ല, വെളിച്ചം വേണ്ടേ, ലൈറ്റും ഇല്ല. നോ ഹോൺ, അയ്യോ ഹോൺ അടിക്കണമെങ്കിൽ ഹോണും ഇല്ല, നോ ഹോൺ. ഇനി എന്താ പറയുന്നത്? ഹൂ വിൽ റിപ്പയർ ദ കാർ. ആരാ ഇപ്പോൾ ഈ കാർ റിപ്പയർ ചെയ്യാൻ ചോദിക്കലാണ്. ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിൽ എന്താ പറയുന്നത്? ക്യാൻ യു റിപ്പയർ ദ കാർ. ആരാ ചോദിക്കുന്നത്? നമ്മുടെ എലിഫൻറ്റ് നമ്മുടെ മങ്കിയോട് ചോദിക്കലാണ്. മങ്കീൻ്റെ കയ്യിലൊരു ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ, സ്പാനറൊക്കെ കാണുന്നുണ്ട്, നന്നാക്കാൻ വേണ്ടി വരലാണ്. എന്താണ് ചോദിക്കുന്നത്? ക്യാൻ യു റിപ്പയർ ദ കാർ. ഈ കാറൊന്ന് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ആര്? എലിഫൻറ്റ് ആസ്ക്ഡ് മങ്കി. ഓക്കെ, എലിഫൻറ്റ് മങ്കിയോട് ചോദിച്ചു. യെസ് ഐ ക്യാൻ. എന്താ മങ്കി പറഞ്ഞത്? യെസ്, എനിക്ക് ചെയ്യാൻ പറ്റും. യെസ് ഐ ക്യാൻ, എനിക്ക് കാറ് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് മങ്കി പറഞ്ഞു അല്ലേ. മങ്കി മെക്കാനിക്കാണെന്ന് തോന്നുന്നു അല്ലേ. യെസ്, മങ്കി പറഞ്ഞു യെസ് ഐ ക്യാൻ റിപ്പയർ. അപ്പം എലിഫൻറ്റ് പറയുന്നത് ലെറ്റസ് ഗോ. മങ്കീനെ കയറ്റി പുറത്തിരുത്തി. പിന്നെ എന്താ, മങ്കിയുടെ ടൂൾ ബോക്സില്ലേ, നമുക്ക് കാറൊക്കെ നന്നാക്കണ കുറേ ഇതൊക്കെ വേണം, ടൂൾസൊക്കെ വേണ്ടേ. സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഒക്കെ എന്തൊക്കെയോ വേണം അല്ലേ. അതൊക്കെ വേണം. അതൊക്കെ കൂടിയുള്ളൊരു ബോക്സ് ഉണ്ടോ എലിഫൻറ്റിൻ്റെ തുമ്പിക്കയിൽ തൂക്കിയിട്ട് കണ്ടോ? ടൂൾ ബോക്സും തൂക്കിയിട്ടിട്ട് എലിഫൻറ്റ് പറയാണ് ലെറ്റസ് ഗോ, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ മങ്കി അവിടെ വന്നു. കാറൊക്കെ നന്നാക്കി കണ്ടോ. നോക്കി, അതിന് ടയർ വെച്ചു, ലൈറ്റ് വെച്ചു, സൂപ്പറാക്കി എടുത്തു. ഓക്കെ, എന്നിട്ട് എന്താ മങ്കി പറയുന്നത്? ദ കാർ ഈസ് റെഡി. എന്താ മങ്കി പറഞ്ഞത്? ദ കാർ ഈസ് റെഡി. കാറ് റെഡിയായി എന്ന് ആര് പറഞ്ഞു? മങ്കി പറഞ്ഞു. അങ്ങനെ കാർ റെഡിയായി അല്ലേ. കാറൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ കാറിൻ്റെ കളറൊക്കെ പോയിരിക്കുക, പെയിൻ്റൊക്കെ പോയി എല്ലാം തുരുമ്പെടുത്തിരിക്കലാണ് അല്ലേ. ഇനിയിപ്പോൾ പുതിയ പ്രശ്നം വന്നു. എന്താണ് ബെയർ ചോദിക്കുന്നത്? നൗ ഹൂ വിൽ പെയിൻറ്റ് ദ കാർ. ഇനിയിപ്പോൾ ആരാ കാർ പെയിൻറ്റ് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ എലിഫൻറ്റ് പറഞ്ഞു ഐ വിൽ, ഞാൻ ചെയ്തോളാം. എന്താ പറഞ്ഞത്? ഐ വിൽ, ഞാൻ പെയിൻറ്റ് ചെയ്യാമെന്ന് എലിഫൻറ്റ് പറഞ്ഞു. അപ്പോൾ ഫോക്സ് ചോദിക്കുന്നുണ്ട് അടിയിൽ, ബട്ട് വെർ ഈസ് ദ പെയിൻറ്റ്. പക്ഷെ പെയിൻറ്റ് എവിടെ? പെയിൻറ്റ് ഇല്ലല്ലോ. ബട്ട് വെർ ഈസ് ദ പെയിൻറ്റ്. അപ്പോൾ അതാ രണ്ടാൾക്കാർ പെയിൻറ്റും കൊണ്ട് വരുന്ന. ആരൊക്കെയത്? ഹിയർ ഈസ് ദ പെയിൻറ്റ് എന്ന് പറഞ്ഞ് 2 പാരറ്റ്സ് അല്ലേ, തത്തകൾ പെയിൻറ്റ് കൊണ്ട് വന്നു. റെഡ് കളർ പെയിൻറ്റും കൊണ്ട് 2 പാരറ്റ്സ് വന്നു. എന്താ പറഞ്ഞത്? ഹിയർ ഈസ് ദ പെയിൻറ്റ്. പെയിൻറ്റ് ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2 തത്തകൾ പെയിൻറ്റും കൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ എലിഫൻറ്റ് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. തുമ്പിക്കേണ്ട കണ്ടോ, ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ എന്താ ബെയർ പറഞ്ഞത്? യു പെയിൻറ്റ് വെൽ. നീ നന്നായിട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. യു പെയിൻറ്റ്, PAINT, പെയിൻറ്റ് വെൽ, നന്നായിട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട്. ഓക്കെ, അപ്പോൾ എലിഫൻറ്റ് പറയാണ് ഓ താങ്ക് യു. അപ്പോൾ എലിഫൻറ്റ് സന്തോഷമായി അല്ലേ, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എലിഫൻറ്റ് സന്തോഷമായിരുന്നു. ഓ താങ്ക് യു എന്ന് എലിഫൻറ്റ് പറഞ്ഞു. അങ്ങനെ കാറൊക്കെ റെഡിയായി. ഇനി അതാ ബെയർ കയറിയിരുന്നു, മങ്കി കയറിയിരുന്നു, പുറകിൽ ഫോക്സും കയറിയിരുന്നു. എന്നിട്ട് പറയാണ് സ്റ്റാർട്ട് ദ കാർ. ഇനി കാർ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് ഫോക്സ് പുറകുന്ന ആരോട് പറഞ്ഞു? ബെയറിനോട് പറഞ്ഞു. അപ്പോൾ മങ്കി പറഞ്ഞു കം ലെറ്റസ് ഗോ, നമുക്ക് പോവാലോ എന്ന് മങ്കിയും പറഞ്ഞു. ഓക്കെ.
എന്നിട്ട് എന്തായുള്ള മക്കളെ നോക്ക്, ആരൊക്കെ കയറിയത്? പക്ഷികളും ബെയറും ഫോക്സും ഒക്കെ കയറി എന്നുള്ളിൽ അല്ലേ, ജിറാഫ് വരെ കയറി. മീ ടു എന്ന് പറഞ്ഞത് ഒരാൾ പുറകെ ഓടിപ്പോകുന്ന ആരാത്? എലിഫൻറ്റ്. അപ്പോൾ എല്ലാവരുടെയും ബെയറിൻ്റെ ഒക്കെ തലേൻ്റെ മേലെ കണ്ടോ രണ്ടിങ്ങനെ ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ടോ, ആശ്ചര്യ ചിഹ്നം ഇട്ട് വെച്ചിട്ടുണ്ടോ? എന്താ സംഭവം? എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കലാണ്. അയ്യോ ഇനിയിപ്പോൾ ആന ഇതിൻ്റെ അകത്ത് കയറി എന്താ സംഭവിക്കുക? എലിഫൻ്റ് ഒരു കാറിനുള്ളിൽ കയറി എന്താ ചെയ്യുക മക്കളെ? ഒക്കെ പൊട്ടി തരിപ്പണായി പോകും അല്ലേ, പപ്പടായി പോകും അല്ലേ, പൊടിഞ്ഞ് തരിപ്പണായി പോകും അല്ലേ. ആനയും മീ ടു ഞാനും കൂടി ഉണ്ട് മൃത കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ ഇനി അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു കഥയാണ് മക്കളെ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഇതാ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഹൂ സെഡ് വാട്ട്? താഴെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഒരു വെള്ള ബോക്സിൻ്റെ ഉള്ളിൽ കണ്ടോ? ഹൂ സെഡ് വാട്ട്? ആരെന്താണ് പറഞ്ഞത്? കണക്ട് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിലേക്ക് മേലെ പറയുന്ന ഡയലോഗ് അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ആരൊക്കെയുള്ള? ഫോക്സ് ഉണ്ട്, മങ്കി ഉണ്ട്, ബെയർ ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്, എലിഫൻറ്റ് ഉണ്ട്. അവരെന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാമല്ലോ, ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാമല്ലോ. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താ? ദ കാർ ഈസ് റെഡി. കാറ് റെഡിയായി എന്നാരാ പറഞ്ഞത്? മങ്കിയാണ് പറഞ്ഞത് അല്ലേ. അവിടെ ടീച്ചർ ഗ്രീൻ കളറിൽ ആരോ മാർക്കിൽ മങ്കീനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ക്യാൻ യു റിപ്പയർ ദ കാർ എന്നാരോടാ ചോദിച്ചത്? സോറി മക്കളെ, എലിഫൻറ്റ് ചോദിച്ചു അല്ലേ. ക്യാൻ യു റിപ്പയർ ദ കാർ എന്ന് എലിഫൻറ്റ് ചോദിച്ചു. അതവിടെ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കിയേ, ഹിയർ ഈസ് ദ പെയിൻറ്റ്. ഇവിടെ ഇതാണ് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആരാ പെയിൻറ്റ് കൊണ്ട് കൊടുത്തത്? പാരറ്റ് കൊണ്ട് കൊടുത്തു അല്ലേ. ബ്ലാക്ക് കളറിൽ പാരറ്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, യു പെയിൻറ്റ് വെൽ. നിങ്ങൾ നന്നായിട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത്? ബെയർ പറഞ്ഞു അല്ലേ. പിന്നെ നോക്കൂ, വെർ ഈസ് ദ പെയിൻറ്റ്? എവിടെയാണ് പെയിൻറ്റ് ഉള്ളത് എന്ന് ആരാ ചോദിച്ചത്? ഫോക്സ് ചോദിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ഡയലോഗിനെയും ആ ചിത്രമായിട്ട് ആരാണോ പറഞ്ഞത് ആ ചിത്രമായിട്ട് നിങ്ങൾ ചെറിയൊരു വരയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ മക്കളെ. അത്രയേ ഉള്ളൂ ഈ കഥ, ഒരു ചെറിയ കഥയാണ് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക മക്കളെ. അപ്പോൾ സീ യു, ബൈ മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സീ യു, ബൈ.